പ്രിയപ്പെട്ടവരെ, ഷെഫി PSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുകയാണ്. ആദ്യം നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയിലൊക്കെ വലിയൊരു പിന്തുണയാണ് നിങ്ങൾ നൽകുന്നത്. താങ്ക് യു. നമ്മളിനി അടുത്തൊരു ഭാഗത്തേക്ക് പോവുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് മുന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. ഇനി കേരള ചരിത്രം. നമുക്ക് ആദ്യം മുതൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നതിന് പകരം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, PSCയിലെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ടൊരു ഭാഗമാണ് കേരള ചരിത്രമെന്ന് പറയുന്നത്. കേരള ചരിത്രത്തിൽ ആദ്യം നമുക്ക് പഠിക്കാനുള്ളത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. റെഡിയാണല്ലോ? നോക്കാം. നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ ഒരു കലാപമാണിത്, അഞ്ചുതെങ്ങ് കലാപം. ഇതാണ് അഞ്ചുതെങ്ങ് കലാപം, അല്ലേ? 5 പൈസയൊക്കെ പണ്ട് കാലത്തെല്ലാം ഉണ്ടാവും, 5 പൈസയൊക്കെ അങ്ങനെ കണക്ട് ചെയ്താൽ മതി. അഞ്ചുതെങ്ങ് കലാപമാണ് ആദ്യമായിട്ട് നടന്നില്ലേ. 5 പൈസയൊക്കെ അന്നത്തെ കാലത്തിലാണ്. അപ്പം അഞ്ചുതെങ്ങ് കലാപമാണ് നമ്മുടെ കേരളത്തിൽ നടന്ന ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ ഒരു കലാപം. വർഷം നോക്കണേ, 1697. 1697 1697 എന്ത് നടന്നത്? അഞ്ചുതെങ്ങ് കലാപം എന്ത് ചെയ്തത്? നമ്മുടെ കേരളത്തിൽ നടന്നത്. 1697 എന്ത് നടന്നത്? നമ്മുടെ അഞ്ചുതെങ്ങ് കലാപം നടന്നത്. ഇനി പ്രധാനമായിട്ടും ഈ കലാപം നടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ, കുരുമുളകിൻ്റെ വ്യാപാര കുത്തകയാണെന്ത് ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. അതുവരെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെതിരെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? കുരുമുളകിൻ്റെ വ്യാപാരത്തിൻ്റെ മുഴുവനായിട്ടുള്ള നിയന്ത്രണം ഏറ്റെടുത്തു? ബ്രിട്ടീഷുകാർ ഏറ്റെടുത്തു. അപ്പോൾ അതാണ് കാരണം. ഇനി അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് നമ്മുടെ ഈ ഒരു പ്രദേശത്ത് പണ്ടകശാല ഉണ്ടായിരുന്നു. എന്താണ്? വേണാട് എന്ന് പറയുന്ന സ്ഥലത്ത് പണ്ടകശാല, അല്ലേ? പണ്ടകശാല എന്ന് പറയുന്നത്. ആ പണ്ടകശാല ഉണ്ടായിരുന്ന എന്താ പറയുക, അതിൻ്റെ പേരാണെന്ത്? അഞ്ചുതെങ്ങ്, അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയാണ് അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു കലാപം അവിടെ അരങ്ങേറിയത്. അതുകൊണ്ടാണ് ഈ കലാപത്തെ അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയാൻ കാരണം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി നോക്കേണ്ടത് എന്താണ്? 1697 കുരുമുളക്. ഏതാണ്? 5 പൈസൻ്റെ കുരുമുളക്, അല്ലേ? 5 പൈസൻ്റെ കുരുമുളക് എന്നാലോചിക്കുക. 1697. ഏതാണ്? 1697, അല്ലേ? ഇവിടെ നോക്കുക, നമ്മൾ 6 1 വർഷാത്ര 5, അല്ലേ? അവിടെ 5 കിട്ടും നമുക്ക്. അതേപോലെ തന്നെ 9 2 വർഷാൽ എത്ര കിട്ടും? നമുക്ക് 7 കിട്ടും, അല്ലേ? അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യണ്ട, ഇങ്ങനെ കണക്ട് ചെയ്യുക. 6 1 കുറച്ചാൽ 5. അപ്പോൾ അങ്ങനെ ആലോചിക്കുക. അപ്പോൾ അഞ്ചുതെങ്ങ് കലാപം എന്ന് ചെയ്യുക, നമുക്കങ്ങനെ കണക്ട് ചെയ്യാം. പിന്നെ ഇവിടെ 7 2 കുറച്ചാൽ 5 കിട്ടും. അങ്ങനെയും എന്ത് ചെയ്യുക? നമുക്കങ്ങനെ കണക്ട് ചെയ്യാവുന്നതാണ്. 6 1 ഓർക്കുക, 7 2 ഓർക്കുക. അങ്ങനെ കണക്ട് ചെയ്താൽ, കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് അഞ്ചുതെങ്ങ് കലാപം 1697. ഇനി അടുത്ത് നമുക്ക് നോക്കാം. അടുത്ത പ്രധാനപ്പെട്ട ഒരു കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ഏതാണ്? ആറ്റിങ്ങൽ കലാപം, അല്ലേ? ആറ്റിനക്കരെ എന്നുള്ള പാട്ട് കേട്ടില്ലാണ്. ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്ന ഒരു കലാപമാണ് നമ്മൾ പഠിക്കാൻ പോണത്. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ഏപ്രിൽ 15. ഏതാണ്? 1721 ഏപ്രിൽ 15 എന്ത് നടന്നത്? ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാപം നടന്നത്. മറ്റേ വർഷം ഓർമ്മയില്ലേ? അതെടുക്കാൻ ആലോചിക്കണേ. 1721 ഏതാണ്? ഏപ്രിൽ 15 എന്ത്? ആറ്റിങ്ങൽ കലാപം നടന്നത്. ഇനി കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം നോക്കണേ. സംഘടിത കലാപം, അഞ്ചുതെങ്ങ് എന്താണ്? ആദ്യമായിട്ട് നടന്ന ഒരു കലാപമാണ്. സംഘടിതമായിട്ടല്ല നടന്നത്. അപ്പോൾ ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, നമ്മൾ ചർച്ച ചെയ്യും കുറച്ച് കഴിഞ്ഞാൽ. അപ്പം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണേത്? ആറ്റിങ്ങൽ കലാപം. പ്രീവിയസ് ക്വസ്റ്റ്യനാണത്. ഇനി കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ഗീഫോർഡ്. ആരാണ്? ഗീഫോർഡ്. അപ്പോൾ ആറ്റിങ്ങൽ കലാപം 1721 ഏപ്രിൽ 15. ഏതാണ്? ഏപ്രിൽ 15. അപ്പോൾ 15 ആലോചിക്കാൻ, ഏപ്രിൽ ആലോചിക്കാൻ 15 ആലോചിക്കുക, അല്ലേ? 15. നേരത്തെ നമ്മൾ പറഞ്ഞ അഞ്ചുതെങ്ങ് കലാപം 5 പൈസ, പിന്നെ 15 പൈസ, അല്ലേ? 5 പൈസ 15 കൂടുതലാണ്, അതിന് ശേഷം നടന്നതാണ്. അപ്പോൾ ഏപ്രിൽ 1, 5 1 കുറച്ച് 4, 4-ാമത്തെ മാസമാണേത്? ഏപ്രിലിൽ പറയണത്.
പിന്നെ 1721 റെഡിയാണല്ലോ. സംഘടിതം ഗിഫോർഡ്. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞിട്ട് കണ്ടില്ല, നിങ്ങൾ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞില്ലേ, ശ്രദ്ധിക്കാനാണ് പറഞ്ഞത്. ആ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം. ഇതാട്ടോ ശ്രദ്ധിക്കാനുള്ളതാണ്. ഇനി അടുത്ത് നോക്കാം നമുക്ക്. പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ലേ, നേരത്തെ നമ്മൾ പറഞ്ഞത് UP അസിസ്റ്റൻ്റ് 2020 ചോദിച്ച ചോദ്യമാണിത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ഏതാണ്? 1721 നടന്ന ആറ്റിങ്ങൽ കലാപം. ഏതാണ്? ആറ്റിങ്ങൽ കലാപം. ഓക്കെ, റെഡിയാണല്ലോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഭാഗങ്ങൾ മാത്രമേ അവിടുന്ന് ചോദിക്കുള്ളൂ പരീക്ഷയ്ക്ക്. ആറ്റിങ്ങൽ കലാപം, അതേപോലെ തന്നെ അഞ്ചുതെങ്ങ് കലാപം. ആദ്യം നടന്നത്, പിന്നെ സംഘടിത കലാപം. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളൊരു ചാനലാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ഇത് തരുന്ന പിന്തുണ നമുക്ക് പുതുതായിട്ട് വീഡിയോസും മറ്റു കാര്യങ്ങളൊക്കെ നമുക്കൊരു പ്രോത്സാഹനം നൽകുക എന്ന് പറയുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബും അതേപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക മാക്സിമം. അപ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് നമുക്കറിയുന്ന കാര്യങ്ങളായിക്കോട്ടെ, നമുക്കിത് പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടല്ലേ. നമ്മൾ നോളജ് അല്ലെങ്കിൽ അറിവ് മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കൊന്നും കിട്ടിയിട്ടില്ലെങ്കിലും നമ്മൾ കൊടുക്കുക. അപ്പോൾ നിങ്ങളെ ഈ ഒരു പ്രോത്സാഹനം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇപ്പോൾ കാണുന്ന സമയത്ത് സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളൂ. നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ഡിസ്കസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യും. അപ്പോൾ ഈ തുടർന്ന് പോകുന്ന ഓരോ ടോപ്പിക്ക് പതിയെ നമ്മൾ പഠിക്കുക അല്ലേ. ഒരു വർഷം എടുക്കുമ്പോൾ നമ്മളിത് ഫോളോ ചെയ്താൽ കൂടുതൽ സമയം ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾ എടുക്കണ്ട. നിങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ്. ഈ ഭാഗത്ത് നിന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾക്കാർക്ക് എന്ത് ചെയ്യുക, ഇത് പഠിക്കണം, PSC കിട്ടണം, സർവീസിൽ കയറണം എന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. റെഡിയാണല്ലോ? ഓക്കെ, ചെയ്തൊന്ന് ഉറപ്പ് വരുത്തണേ. ഇനി അടുത്ത് പഴശ്ശി വിപ്ലവം അല്ലേ. പഴശ്ശി വിപ്ലവം ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സംശയങ്ങളിലൊരു അല്ലേ, പ്രത്യേകിച്ച് ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ അല്ലെ ചരിത്രം എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ് അല്ലേ. ഇപ്പോൾ സയൻസ് വിഷയങ്ങളൊക്കെ എളുപ്പത്തിൽ പഠിക്കും നിങ്ങൾ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കണം, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പഴശ്ശി വിപ്ലവം അല്ലേ. പഴശ്ശിരാജ കേട്ടില്ല ഞങ്ങൾ, പഴശ്ശിരാജ സിനിമ കണ്ടില്ല ഞങ്ങൾ. അപ്പോൾ ഇവിടെ മലബാറിൽ ബ്രിട്ടീഷുകാർ നേരിട്ട ശക്തമായ സമരങ്ങളായിരുന്നു പഴശ്ശി വിപ്ലവങ്ങൾ അല്ലേ. ഇവിടെ മലബാറിൽ അല്ലേ, അന്നത്തെ മലബാർ, കൊച്ചി, തിരുവിതാംകൂർ എന്നിങ്ങനെ മൂന്നായി തിരിച്ചണല്ലോ. അതിൽ മലബാർ എന്ന് പറയുന്ന പ്രദേശം നമ്മുടെ മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയുള്ള പ്രദേശങ്ങളൊക്കെ ഉൾപ്പെടുന്നതാണ് മലബാർ എന്ന് പറയുന്നത്. ആ മലബാറിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ ഏറ്റവും പേടിച്ചത് ആരായിരുന്നു? പഴശ്ശിരാജയായിരുന്നു, അല്ലെങ്കിൽ പഴശ്ശി വിപ്ലവങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി പരിഷ്കാരങ്ങളായിരുന്നു. എന്തായിരുന്നു? നികുതി പരിഷ്കാരങ്ങൾ. ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ജനങ്ങളെ സംഘടിപ്പിച്ചത് തിരിയാനുള്ള കാരണം പ്രധാനമായിട്ട് നികുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ അദ്ദേഹം ജനങ്ങൾ സംഘടിപ്പിച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ കോട്ടയം പ്രദേശത്ത് നികുതി പിടിക്കാനുള്ള അധികാരം നൽകാത്തത്. അപ്പം കോട്ടയം ആ ഒരു രാജവംശത്തിലെ ആളാണ് ആര്? നമ്മുടെ പഴശ്ശിരാജ എന്ന് പറയുന്നത്. പക്ഷേ ആ പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അവകാശം പഴശ്ശിരാജയ്ക്ക് നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പഴശ്ശിരാജ എന്ത് ചെയ്യുന്നത്, അവർക്ക് തിരിയാൻ കാരണം. ഇവിടെ ഒരു കോട്ടയം എന്നുള്ള, കോട്ടയം ജില്ലയല്ലേ, കോട്ടയം ജില്ലയല്ല, ഇത് കോട്ടയം എന്ന് പറയുന്നത് കണ്ണൂരിലെ തലശ്ശേരിയിലെ ഒരു സ്ഥലമാണ് കോട്ടയം എന്ന് പറയുന്നത്. അതേപോലെ വയനാടിന് മേൽ അവകാശവാദം ഉന്നയിച്ചത്. അതുവരെ വയനാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തത് ആരാണ്? നമ്മുടെ പഴശ്ശിരാജ. എന്നാൽ ബ്രിട്ടീഷുകാർ വന്നിട്ട് പറയുകയാണെന്ത്, ഈ വയനാട് ഞങ്ങൾക്ക് വേണം. അങ്ങനെയൊക്കെ അതുമായി ബന്ധപ്പെട്ടത് കൊണ്ടായിരുന്നു ഈ പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്കെതിരെ പോരാടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഇനി ഇവിടെ നോക്കണം, ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്. പുരളിമല. എന്താണ് പുരളിമല? ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പഴശ്ശിരാജാവിൻ്റെ കേന്ദ്രമായിരുന്ന മല ഏതാണ്? പുരളിമല. അങ്ങനെ ആലോചിച്ചാൽ മതി. പുളിമല എന്ന് വെച്ചാൽ പുളിയുള്ള മല അല്ലേ, പുളി ഉള്ള മല. പിന്നെ പഴശ്ശിരാജ രാളുണ്ട്, പുരളി എന്ന് ആലോചിച്ചാൽ മതി. പുള്ളിയുള്ള മലയിലാണ് ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്, നല്ല യുദ്ധമൊക്കെ ചെയ്യുമ്പോൾ പുള്ളിയൊക്കെ തിന്നുന്നത് അല്ലേ. പുള്ളിയുള്ള മലയിലാണ് അദ്ദേഹം യുദ്ധാരി പഴശ്ശിരാജ അല്ലേ, പുള്ളിയൊക്കെ തിന്നിട്ടുണ്ട്. അങ്ങനെ ആലോചിക്കാം. ഇനി പഴശ്ശി സമരങ്ങളുടെ വേദിയായിരുന്ന പുരളിമല ഏതു താലൂക്കിൽ സ്ഥിതി ചെയ്തിരുന്നു? തലശ്ശേരി. ഏതാണ്? തലശ്ശേരി. അടുത്ത് പുരളിശമ്മൻ എന്ന പേരിൽ അറിയപ്പെട്ടത് പഴശ്ശിരാജയാണ്. എന്ത് പേരിൽ അറിയപ്പെട്ടത്?
പുരളിശമ്മൻ അല്ലേ, പുള്ളി നാളിക്കൊണ്ട് അത് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, മുൻ വർഷം ചോദിച്ചതാണ്. കേരള സിംഹം എന്നറിയപ്പെടുന്നത് ആരാ? പഴശ്ശിരാജ. കേരള സിംഹം എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ. ഇനി പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സർദാർ KM പണിക്കർ. പണിക്കരാണ് ആരെ വിളിച്ചത് കേരള സിംഹം എന്ന്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിളിച്ചതാരാ? സർദാർ KM പണിക്കർ. അതാണ് സർദാർ. സാറ വിളിച്ചല്ലേ, ആരാണ്? സർദാർ KM പണിക്കർ എന്ത് വിളിച്ചു? കേരള സിംഹം എന്ന് വിളിച്ചു. ആരെ വിളിച്ചു? പഴശ്ശിരാജയെ വിളിച്ചു. ഇനി ബ്രിട്ടീഷ് രേഖകളിൽ പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് പൈച്ചി രാജ, കൊട്ടിയോട്ട് രാജ അല്ലേ, കൊട്ടിയോട്ട് രാജ എന്നാണ് ബ്രിട്ടീഷ് രേഖകളിൽ ആരെ വിശേഷിപ്പിച്ചത്? പഴശ്ശിരാജയെ വിശേഷിപ്പിച്ചത്. നിങ്ങളുടെ മക്കളെ ക്ലാസ്സൊക്കെ അടിപൊളിയല്ലേ? അപ്പോൾ ഇത് വലിയ ടഫൊന്നല്ല. ഈ PSC കിട്ടുന്ന ആളുകളൊക്കെ ഇങ്ങനെ ഓരോ ഘട്ടമായിട്ട് പഠിച്ചിട്ട് തന്നെ പോയത്. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ ഞാനും എന്താണ് അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പഠിക്കുന്ന രീതി എങ്ങനെയാണോ അത് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്നുള്ളതാണ്. ഇതിന് ഞാൻ പഠിക്കുന്നത് കൂടെ തന്നെ നിങ്ങളെ പഠിപ്പിക്കുകയും കൂടി ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. നിങ്ങൾ 1-2 സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സുഹൃത്തുക്കൾ മീൻസ് പഠിക്കാൻ താല്പര്യം സർവീസിൽ വേണമെന്ന് നമുക്ക് ആഗ്രഹമുള്ള ആളുകൾക്ക് അല്ലേ. അപ്പോൾ നമുക്ക് പണം കൊടുത്തിട്ട് ക്ലാസ് ചേരുന്നതൊക്കെ ഇതുപോലത്തെ ക്ലാസ്സുകൾ തന്നെയാണ്. നമ്മളൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ ജോയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ കൂടെ നമ്മൾ ഒരുമിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, റെഡിയാണല്ലോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ പാർട്ട് 1 കേട്ടോ. പാർട്ട് 1 ഇവിടെ കഴിഞ്ഞു. ഇനി പാർട്ട് 2 ആയിട്ട് നമ്മൾ വരും. കൂടുതൽ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾക്ക് ഏതെങ്കിലും ഭാഗങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എന്ത് ചെയ്യുക, നമ്മൾ ആ ക്ലാസ് എന്ത് ചെയ്യും, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യും. ഓക്കെ, റെഡിയാണല്ലോ? ഓക്കെ, താങ്ക് യു.